അജിത് വള്ളോലി എഴുതിയ കരിങ്കിഴവൻ. കിഴവന്റെ വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിച്ചതിന്റെ ആവേശത്തിലായിരുന്നു ലക്ഷ്മിക്കുട്ടി. നാട്ടിലെത്തിയ അന്നു മുതൽ ആരംഭിച്ച അന്വേഷണമാണ്. അയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും അറിയാത്തതുകൊണ്ട് നാട്ടിലെ പ്രായം ചെന്ന പലരോടും കുറെ അന്വേഷിച്ചാണ് അല്പം ബുദ്ധിമുട്ടിയെങ്കിലും ലക്ഷ്മിക്കുട്ടി ഒടുവിൽ അത് കണ്ടെത്തിയത്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഒന്നുകൂടെ നോക്കി ഉറപ്പുവരുത്തി. 10 മിനിറ്റിന്റെ ഡ്രൈവിന് ശേഷം ഒരു 20 മിനിറ്റോളം നടക്കാനുണ്ട്. അതും ഒരു മലഞ്ചെരിവിലൂടെ. ആ വഴി വാഹനങ്ങൾക്ക് പോകാനാവില്ല. എന്തു വന്നാലും ഇത്തവണ കരിങ്കിഴവനെ വീണ്ടുമൊന്ന് കാണണമെന്ന് ലക്ഷ്മിക്കുട്ടി ഉറപ്പിച്ചതാണ്. ഈ ഒരാഗ്രഹം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ലച്ചു, ട്രൈ നോട്ട് ടു റീകണക്ട് വിത്ത് സച്ച് പീപ്പിൾ എന്നായിരുന്നു മറുപടി. പക്ഷേ നാടിനെയും നാട്ടിൻപുറങ്ങളെയും കുറിച്ചുള്ള അവളുടെ ഓർമ്മകളിൽ അവശേഷിക്കുന്ന അപൂർവം ചില മനുഷ്യരിൽ ഒരാളാണ് കരിങ്കിഴവൻ. 3.5 വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്മിക്കുട്ടി നാട്ടിലേക്ക് വരുന്നത്. ഓസ്ട്രേലിയയിൽ പോകുന്നതിനു മുൻപ് ദുബായിലും അതിനു മുൻപ് മുംബൈയിലുമൊക്കെയായി നാട് വിട്ടുള്ള ജീവിതം കുറേയായെങ്കിലും അതിനിടെ പലതവണ നാട്ടിൽ വന്നു പോയെങ്കിലും അന്നൊന്നും അവൾ കരിങ്കിഴവനെ ഓർക്കുക പോലും ചെയ്തിട്ടില്ല. ഇതിപ്പോ ഏതാണ്ട് 1 വർഷത്തോളമായി ഈയൊരാഗ്രഹം മനസ്സിൽ കടന്നുകൂടിയിട്ട്. കഴിഞ്ഞ കൊല്ലം ഒരിക്കൽ നാട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ അനിയത്തിയാണ് പറഞ്ഞത്, ചേച്ചിയുടെ ആ പഴയ കിഴവൻ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നും ഒരിക്കൽ അവൾ അയാളെ കണ്ടെന്നും. ഇപ്പോഴും ജീവനോടെയുണ്ടെങ്കിൽ ആ കിഴവന് എന്തു പ്രായം കാണും? മുട്ടറ്റം ഇറക്കമുള്ള നീലപ്പാവാടയും വെളുത്ത ടോപ്പും മെടഞ്ഞിട്ട മുടികളിൽ നീല റിബണുകളും കെട്ടി കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് പോകുന്ന വഴി കിഴവനെ ആദ്യമായി കാണുമ്പോൾ ലക്ഷ്മിക്കുട്ടിക്കൊരു 7-8 വയസ്സ് പ്രായം കാണും. അന്നും അയാളൊരു കിഴവനായിരുന്നു. പാലത്തിന് താഴെയുള്ള പുഴയോട് ചേർന്ന തകിടിയിൽ തൻ്റെ കാലികളെ തീറ്റാനോ കുളിപ്പിക്കാനോ ഒക്കെയായി നീളത്തിലൊരു മുളവടിയും കയ്യിലേന്തി വലിയൊരു തലയിൽ കെട്ടും 5-6 ബട്ടൺ പോയ ഒരു ഷർട്ടുമിട്ട് മടക്കി കുത്തിയ ഒരു പഴയ മുഷിഞ്ഞ മുണ്ടുമെടുത്ത് തൻ്റെ നരച്ച വലിയ കൊമ്പൻ മീശ ഇടയ്ക്കിടെ തടവിക്കൊണ്ട് കിഴവൻ നിൽപ്പുണ്ടാവുമായിരുന്നു. കറുത്തുമെരിഞ്ഞ കിഴവനെ ആദ്യമായി കണ്ട ദിവസം സ്കൂളിലേക്ക് ഒപ്പം നടക്കാറുള്ള പത്മിനിയാണ് അത് ചോദിച്ചത്. നിങ്ങൾക്കൊരു സൂത്രം കാണണോ?